ഒരഹങ്കാരിയുടെ ശബ്ദമല്പം കുറഞ്ഞെങ്കിലും ആ വിദ്വേഷവികാരം അത്ര മാറിയിട്ടില്ല. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അദ്ദേഹം അസമിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹം ചുട്ടു തിന്നാൻ പോലും കോൺഗ്രസ്സിനൊന്നും അസമിൽ നിന്ന് കൊടുക്കില്ലെന്ന് വെല്ലുവിളിച്ച ആളും ഭാരത് ജോഡോ ന്യായയാത്ര നടത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കുകയും ചെയ്ത ആളാണ്. എന്നിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞാലുടൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനം ജയിലിലാണെന്നൊക്കെ. ഇനി അതൊന്നും മിണ്ടൂല്ല. പക്ഷേ എന്നാലും അദ്ദേഹത്തെ തോൽപ്പിച്ചത് ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ ഒന്നടങ്കമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടെടുത്തൽ. അവിടുത്തെ മുസ്ലിങ്ങളുമല്ല, ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ. ഇവനൊക്കെ അവസാനം വരെയും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഏതായാലും ഹിമന്ത ബിശ്വ ശർമ്മ ഒരു ശ്രദ്ധേയമായ താരമാണ്. ആസമിലെ PCC അധ്യക്ഷനായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ. അദ്ദേഹം മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് കൂടി തന്നെ ആക്കണം എന്നെന്തോ പറയാൻ രാഹുൽ ഗാന്ധി എടുത്തു വന്നുവെന്നും അദ്ദേഹം മൈൻഡ് ചെയ്യാതെ മൊബൈലിൽ കളിച്ചു എന്നുമൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹം മറുകണ്ഠം ചാടി BJPക്കാരനായതോടുകൂടി പിന്നെ ദേശീയതയും മതേതരത്വവുമൊക്കെ മറ്റൊരു വേർഷനാക്കി മാറ്റി അദ്ദേഹം അവിടെ അങ്ങ് ശക്തി പ്രാപിക്കുകയായിരുന്നു. എന്നിട്ട് നിരന്തരമുള്ള പരിപാടി അവിടെയുള്ള BJPക്കാരെക്കാൾ ഭയങ്കര അഹങ്കാരത്തോടെ വിദ്വേഷവും വെറുപ്പും ഡിവിസീവ് പൊളിറ്റിക്സും നടത്തലായിരുന്നു പ്രധാനപ്പെട്ട പരിപാടി. അങ്ങനെ അഹങ്കാരം എത്രത്തോളം കൂടിയെന്ന് വെച്ചാൽ ഭാരത് ജോഡോ ന്യായയാത്ര രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ ക്ഷേത്ര ദർശനത്തിനുള്ള അനുമതി കൊടുക്കാതെ തടയുകയും എന്നിട്ട് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തു. കലാപാഹ്വാനത്തിനുള്ള കേസ് FIR ഇട്ട്. തീർന്നില്ല. അന്ന് 400 അഹങ്കാരത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുമെന്നും പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ജയിലിലടയ്ക്കുമെന്നൊന്നും പറയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശകലനം തുടരുകയാണ്. കാരണം ഒറ്റ സീറ്റ് പോലും അവിടെ കോൺഗ്രസ്സിന് കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നിടത്ത് അവിടെ കോൺഗ്രസ്സിന് 3-4 സീറ്റ് കിട്ടി. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് ബംഗ്ലാദേശ് ഒറിജിനുകളായ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് അവർ വ്യാപകമായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയും സീറ്റ് കിട്ടിയതെന്നും അവിടുത്തെ BJPക്ക് 47%, കോൺഗ്രസ്സിനും സഖ്യകക്ഷികൾക്കും 39% വോട്ടാണ് കിട്ടിയത്. അത്രയും പോലും കിട്ടാൻ പാടില്ലാത്തതാണെന്നും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം. അവിടെ BJP, AGP, UPPL കോലീഷൻ 11 സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസ് 3 നേടിയെന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ആ 3 നേടിയത് പോലും അദ്ദേഹത്തിന് സഹിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ ജനങ്ങളെ വീണ്ടും നമ്മുടെ മണിപ്പൂരിലെ പോലെ ടാർഗറ്റ് ചെയ്ത് ആളുകളെ കാണിച്ചു കൊടുക്കുകയാണ്, ഇവരാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞൊരു ഡിവിസീവ് പൊളിറ്റിക്സ് അവിടെയും നടത്തുകയാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ജയിലും മറ്റേതുമൊക്കെ വിട്ടെങ്കിലും ഇവരുടെ ഒന്നും വിദ്വേഷം മാറില്ല. കാരണം ഇവരൊക്കെ ജനറ്റിക്കലി അങ്ങനെ രൂപപ്പെട്ടവരാണ്. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ന്യൂനത.